ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് വൈറൽ മൊമോസ് ട്രൈ ചെയ്താലോ? അപ്പോൾ അതിനുവേണ്ടി 5 മീഡിയം സൈസ് ചിക്കൻ പീസസ് എടുത്ത് അതിൽ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ട് നമ്മൾ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ സോയ സോസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ക്യാപ്സിക്കം ഒക്കെ പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ മല്ലി അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല ഒന്നും. വേറെ വെള്ളമോ പൊടികളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ കൈകൊണ്ട് കുഴക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാവുന്നൊരു പരുവത്തിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ടൊന്ന് പിടിച്ചെടുക്കാം. ഇപ്പം നമ്മളെല്ലാം തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോട്ടിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി 1/4 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് ഇതേപോലെ മൈദപ്പൊടിയിൽ ഒന്ന് റോൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ വെള്ളത്തിലും ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് മൈദപ്പൊടിയിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്കൊരു 4-5 തവണ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. മൈദയുടെ ഒരു കോട്ടിങ് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ 3-4 പ്രാവശ്യം ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ മൊമോസ് റെഡിയാക്കുമ്പോൾ മൈദപ്പൊടി കുഴച്ചൊരു മാവ് പരുവത്തിലെടുത്ത് അതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് പരത്തി അതിൽ ഫില്ലിങ് വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വൈറൽ മൊമോസിൻ്റെ റെസിപ്പിയിൽ നമ്മൾ ഇതേപോലെ മൈദപ്പൊടിയിലിട്ട് റോൾ ചെയ്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ 2 കൈ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതേപോലെ പൊടിയിലിട്ട് മിക്സ് ചെയ്യുന്ന ഒരു കൈയും മറ്റേ കൈ കൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കാനും ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് മൈദപ്പൊടിയിൽ കോട്ട് ചെയ്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തൊക്കെ എടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രം നമ്മൾ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ വേവിച്ച് വെക്കണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്സ് റെസിപ്പി കൂടിയാണിത്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിക്കനൊക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി സോസ് ആണ്. ഇവിടെ എടുത്തിരിക്കുന്നത് പെപ്പർ മയോണൈസ് ആണ്. അപ്പോൾ സ്പൈസി ചില്ലി സോസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൈദ കൊണ്ടുള്ള കോട്ടിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പുറത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ യമ്മി ആയിട്ടുള്ള മൊമോസ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.